ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കൊക്കോപീറ്റ്. ഈ കൊക്കോപീറ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൊക്കോപീറ്റ് നമുക്ക് മേടിച്ച് എങ്ങനെ നമുക്കിത് സെയിൽ ചെയ്യാം, എങ്ങനെ നമുക്ക് ഒരു 50,000 രൂപയ്ക്ക് മുകളിൽ തന്നെ മാസവരുമാനം കിട്ടാവുന്ന ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ കൊക്കോപീറ്റിൻ്റെ പൗഡർ ഇത് നമുക്ക് പെർ kg 7 രൂപ 10 രൂപ നിരക്കിന് ഇന്ത്യ മാർട്ട് പോലത്തെ ആപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇനി അതുണ്ടാക്കാൻ നമുക്ക് ഇത് സെയിൽ ചെയ്യുമ്പോൾ നമ്മളിത് ബ്ലോക്കുകളായിട്ടാവും സെയിൽ ചെയ്യുക. ഇങ്ങനെ മേടിക്കുന്ന പെർ kg 10 റുപ്പീസ്, മാക്സിമം ഏറ്റവും കൂടിയ റേറ്റാണ് പറയുന്നത് 10 റുപ്പീസിന് മേടിക്കുന്ന ഈ പൗഡർ ഉപയോഗിച്ച് നമ്മളിത് ബ്ലോക്കായിട്ട് ഇങ്ങനെ പീസുകളായിട്ട് നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ബ്ലോക്കായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി അതിനൊരു മെഷീൻ അവൈലബിൾ ആയിട്ടുണ്ട്. അത് നമുക്ക് ഇന്ത്യ മാർട്ട് പോലത്തെ ആപ്പിൽ 20,000 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതും കൂടി നമ്മൾ ഇതിന് മേടിക്കണം. മെഷീനായിട്ട് നമുക്ക് ആ കൂടി വരുന്നത് ഈ ഒരു മെഷീൻ മാത്രമാണ്. കാരണം ഇത് ബ്ലോക്കായിട്ട് നമ്മൾ കൈകൊണ്ട് ചെയ്താലൊന്നും അത്രയധികം ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു മെഷീൻ തന്നെ അവൈലബിൾ ആയിട്ട് വരും. അതിന് വെറും 20,000 രൂപയാണ് വരുന്നത്. 7 രൂപ 10 രൂപയ്ക്ക് മേടിക്കുന്ന പെർ kgക്ക് മേടിക്കുന്ന ഈ പ്രോഡക്റ്റ് നമ്മൾ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ കൊക്കോപീറ്റിൻ്റെ ഒരു ബ്ലോക്കിന് 350 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മാർക്കറ്റിംഗ് വാല്യൂ ഒന്ന് ഊഹിച്ചെടുത്താൽ മതി. ഒരു ബ്ലോക്കിന് 350 രൂപയാണ് റേറ്റ് വരുന്നത്. നമുക്കാണെങ്കിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാൻ മാക്സിമം പോയാൽ 1 കിലോ പോലും നമുക്ക് ചിലവും വരുന്നില്ല. 1 കിലോ കൊക്കോപീറ്റ് പൗഡർ പോലും ചിലവ് വരുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ആ ഒരു ഐഡിയ മുന്നിൽ കണ്ടുകൊണ്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് ത്രൂ നമുക്കിത് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് അതിൻ്റെ ഡിമാൻഡിങ് വാല്യൂ അത്രയധികം കൂടുതലാണ്. പെർ ഡേ നമ്മളൊരു 50 പീസ് വെച്ചിട്ട് ഡെയിലി സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം 17,500 രൂപ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ മാസ വരുമാനം ഞാൻ പറയണ്ടല്ലോ, ഒരു 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം ഈസി ആയിട്ട്. ഈ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നമ്മളൊരു GST എടുത്ത് നമ്മളിത് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 പീസ് ഡെയിലി സെയിൽ ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 25 പീസ് ഡെയിലി സെയിൽ ചെയ്താലും നമുക്ക് മാസം 2,25,000 രൂപയ്ക്ക് മുകളിൽ ഈസി ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. തുച്ഛമായ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്ന ഹൈ പ്രോഫിറ്റ് തന്നെ കിട്ടാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണിത്. പിന്നെ ഈ യുണീക്ക് ആയിട്ടുള്ള ബിസിനസ് ഐഡിയ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള ഐഡിയകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്.